ആദ്യത്തെ കിളിക്കൂടിൽ വരാനിരിക്കുന്ന വീക്കെൻഡ് പ്രൊമോ ആണ് പറയുന്നത്. അങ്ങനെ നമ്മളെ നിധിക്കാണെങ്കിൽ അവിടെ നിന്ന് എല്ലാവരുടെ സ്വഭാവങ്ങളും നിധിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ചേട്ടൻ്റെയും ഒക്കെ എല്ലാവരുടെയും സ്വഭാവങ്ങളൊക്കെ നമ്മൾ നിധിക്ക് മനസ്സിലായിട്ടാണെങ്കിൽ നിധിയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങനെ പടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിധിയാണെങ്കിൽ സങ്കടത്തോടെ അവിടെ നിന്ന് പടി ഇറങ്ങിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിധിയും കരഞ്ഞുകൊണ്ടൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയൊക്കെ ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ സുധീഷും സുഭാഷൊക്കെ പറയുന്നുണ്ട്, പോട്ട് മോളെ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ അവരുടെ സ്വഭാവം നിനക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ നിധി പറയുന്നുണ്ട്, ഇല്ല സുഭാഷ് ചേട്ടാ, ഇപ്പം ഞാൻ കാരണമാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അതൊന്നും താൻ സാരമാക്കേണ്ട, എന്തായാലും തനിക്കാണെങ്കിൽ തൻ്റെ വീട്ടുകാരുടെ സ്വഭാവമൊക്കെ മനസ്സിലായല്ലോ എന്നൊക്കെ നമ്മൾ സുധീഷാണെങ്കിലും നിധിയെടുത്ത് പറയുന്നത്. നമ്മൾ ഹരീഷാണെങ്കിലും ചോദിക്കുന്നുണ്ട് കേട്ടോ, നമ്മളെല്ലാവരും കൂടെ എങ്ങനെ പോകും, നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ, നമ്മൾ ആ 2 ബൈക്കിലല്ലേ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്നൊരു ക്യാബ് വിളിക്കാനാണെങ്കിലും പെട്ടെന്ന് കിട്ടുമെന്നൊന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ തിരിഞ്ഞിങ്ങനെ നോക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ അരുണിൻ്റെ ജീപ്പ് അവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുധീഷിനെ തട്ടിക്കൊണ്ട് പോയി ജീപ്പ് അവിടെ കിടക്കുന്നത്. അപ്പം നമ്മൾ സുധീഷ് അറിയുന്നുണ്ട്, അതാ ഇവിടെ ജീപ്പ് കിടപ്പുണ്ടല്ലോ, പിന്നെ നമ്മളെന്തിനാ ടെൻഷൻ ആവണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇന്നലെ അവർ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടിരിക്കുമല്ലേ, അപ്പം നമ്മളെ വീടെത്താനാണെങ്കിൽ നമുക്കൊരു 10 പൈസയുടെ ചിലവ് പോലും വേണ്ടതില്ല പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യം ഉണ്ടോടാ, നമുക്കല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ പോകാമെന്നൊക്കെ പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതിൻ്റെ ഒരു കുഴപ്പമില്ല സുഭാഷ് ചേട്ടാ, നമുക്കിത് എടുത്തുകൊണ്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ ഇവരടുത്ത് സംസാരിച്ചിട്ടാണെങ്കിൽ നേരെ പിന്നെ നമ്മൾ നിധിയുടെ വീടിൻ്റെ അകത്തോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, നീ എന്തിനാ ഇനി അകത്തോട്ട് പോകുന്നത്, നീ എന്തെങ്കിലും ഇനി പ്രശ്നം ഉണ്ടാക്കാനാണോ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സുധീഷ് പറയുന്നുണ്ട്, ദാ വരുന്ന ഏട്ടാന്നും പറഞ്ഞ് അകത്തോട്ട് പോകുന്നുണ്ട്. സുധീഷാണെങ്കിൽ നേരെ അരുണിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അരുണിൻ്റെ മുഖത്തൊക്കെ 3-4 അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തായാലും എന്നെ ഇത്രയും അടിച്ചടിക്ക് ഞാൻ തിരിച്ച് നിനക്കൊരു ഇതിൻ്റെ പകുതിയെങ്കിലും തരാതെ പോയാൽ അത് ശരിയാവത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീയാണെങ്കിൽ എന്നെ കെട്ടിയിട്ടല്ലേ അടിച്ചത്, പക്ഷേ ഞാൻ നിന്നെ കെട്ടിയിട്ടല്ലല്ലോ അടിച്ചത്, ഞാൻ നിൻ്റെ നേർക്ക് നേരെ നിന്നല്ലേ അടിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ എന്താ വിചാരിച്ചത്, നീ മുഖം മൂടി വന്നിട്ട് എന്നെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ മനസ്സിലാവത്തില്ലല്ലോടാ, അല്ലേടാ കുറുക്കൻ്റെ കണ്ണുള്ള മോനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ സുഭാഷ് ഉണ്ടെങ്കിൽ അവിടെ നല്ല മാസ് എൻട്രി ആയിട്ടൊക്കെ സുഭാഷ് ആണെങ്കിൽ പുറത്തോട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മൾ രാജീവിനൊക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുക. അങ്ങനെ പിന്നെ അവർ പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷിനാണെങ്കിലും നികേഷിനും ഉള്ള വലിയ പരിക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കണക്ക് നമ്മൾ ഹരീഷിനാണെങ്കിലും നമ്മൾ സുധീഷിന് നല്ല പരിക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നത് നമ്മൾ നിധിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അപ്പോൾ നിധിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് ക്ഷമിക്കണം, ഞാൻ കാരണം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല ഏട്ടത്തി, ഞങ്ങൾക്കറിയാമല്ലോ ഏട്ടത്തിക്കാണെങ്കിൽ ഇതിനകത്ത് ഒരു മനസ്സറിവും കാര്യങ്ങളും ഇല്ലെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാമല്ലോ, പിന്നെ ഏട്ടത്തി എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധിയാണെങ്കിൽ വീണ്ടും വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് പറയുന്നുണ്ട്, മോളെ പോട്ട് മോളെ, എന്തായാലും വന്നത് വന്ന്, ഇനി നമ്മളത് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവരൊരു വൈകിട്ടൊക്കെ ആവുന്ന സമയത്ത് ഇവർ നേരെ നമ്മളെ ക്ലിക്കൂടെ വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഭാസ്കരനാണെങ്കിൽ അവിടെ ഇങ്ങനെ വെളിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഭാസ്കരനെ അറിയാം എന്തായാലും മക്കൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ സുധീഷിനെയും കൊണ്ടേ അവർ വരത്തുള്ളൂ എന്നൊക്കെ അറിയാം. അങ്ങനെ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി നമ്മളെ ഭാസ്കരൻ വെളിയിൽ ഇരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ഇവർ വരുന്ന നമ്മളെ ഭാസ്കരൻ കണ്ടിട്ടോ. കണ്ടിട്ടാണെങ്കിൽ ഭാസ്കരൻ എഴുന്നേക്കുന്നൊന്നുമില്ല, അവിടെ അങ്ങ് കിടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവരടുത്തൊന്നും ചോദിക്കുന്നൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ നികേഷിനാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് നികേഷ് പറയുന്നുണ്ട്, കണ്ട ഏട്ടാ നമ്മൾ വരുന്നതാണെങ്കിൽ ഇയാൾ കണ്ടിട്ടാണെങ്കിൽ എങ്ങനെ ഉണ്ടെന്നെങ്കിലും ഇവരുന്ന് ചോദിച്ചോ, മക്കളെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് പോലും ചോദിക്കുന്നില്ലല്ലോ ഏട്ടാന്ന് പറയുന്നുണ്ട്. സുഭാഷ് പറയുന്നുണ്ട്, എടാ അച്ഛൻ അങ്ങനെ, അച്ഛൻ്റെ സ്വഭാവം കാര്യങ്ങളും അങ്ങനെ, നമ്മളത് മൈൻഡ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, എല്ലാവരും ഭാഗത്തോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നിധിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, താൻ എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എനിക്ക് അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, നാളെയാണല്ലോ നമ്മൾ നിധിയുടെ ഇൻ്റർവ്യൂ അല്ലേ, അപ്പോൾ മോളെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ, നീ നാളെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇങ്ങനെ കരഞ്ഞ് മുഖമൊക്കെ വെറുപ്പിച്ച് വെച്ചിട്ടാണ് പോകുന്നത്, നീ നല്ല ആക്റ്റീവായിട്ട് നല്ല സ്മാർട്ടായിട്ടൊക്കെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ സുഭാഷാണെങ്കിൽ. എന്നിട്ടാണെങ്കിൽ നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, മോളെ നിങ്ങൾ അതൊക്കെ മറന്നേക്കും, നിങ്ങൾക്കാണെങ്കിൽ 2 ദിവസത്തെയും നിങ്ങൾക്ക് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നത്, പിന്നെ നമ്മൾ അത് ഓർത്ത് നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം അങ്ങ് മറന്നേക്കാനൊക്കെ പറയുന്നുണ്ട്. കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ മോളെ നിങ്ങളുടെ മനസ്സിൽ അങ്ങ് ഉറപ്പിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മൾ നിധിയാണെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ആധാർ കാർഡും പാൻ കാർഡും നമ്മൾ ഐഡൻറ്റി കാർഡൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിലും കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നിധിയുടെ അച്ഛൻ്റെ കയ്യിൽ ബാക്കി സ്വർണ്ണമൊക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ 2 ഗോൾഡ് കോയിനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ ആശുപത്രി ചിലവിന് വേണ്ടി ഞാൻ എടുത്തത് ആ സ്വർണ്ണം കൊടുത്തപ്പം 2 ഞാൻ അതിൽ നിന്ന് എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധിക്കാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പം നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, സുധീഷിനെ അവർ ഇട്ട് ഒരുപാടൊക്കെ ഉപദ്രവിച്ചല്ലേ, അപ്പം ഇതിപ്പം കുറഞ്ഞു പോയെന്നേ ഞാൻ പറയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധിയാണെങ്കിൽ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിധിയാണെങ്കിൽ പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് പോകാനൊക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നിധിയുടെ കൂടെ സുധീഷും പോകുന്നുണ്ട് ഇൻ്റർവ്യൂവിനൊക്കെ.
അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നിധിയാണെങ്കിൽ കാറിലിരിക്കുന്ന സമയത്താണെങ്കിൽ ആകെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, താൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, താനൊരു ടെൻഷനൊന്നും ആവണ്ടടോ, കാര്യം അന്ന് താനൊരു ഇൻ്റർവ്യൂവിന് പോയായിരുന്നല്ലോ, 3 വട്ടം താൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്തില്ലേ, അപ്പം അന്ന് താനെല്ലാം പാസ്സായി അല്ലേ വന്നത്, അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളൂ, അതുകൊണ്ട് താനാണെങ്കിൽ ടെൻഷനും കാര്യങ്ങളൊന്നും ആവണ്ട എന്നൊക്കെ നമ്മൾ സുധീഷാണെങ്കിൽ നല്ലൊരു മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ നിധിക്ക്. പിന്നെ അവരാണെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവിടെ എത്തുന്നുണ്ട് കേട്ടോ, ഓഫീസിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ നിധിയാണെങ്കിൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയാണെങ്കിൽ ഓഫീസിൻ്റെ അകത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ സുധീഷാണെങ്കിൽ വെളിയിൽ കാത്തൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, നമ്മളെ നിധിയാണെങ്കിൽ. അങ്ങനെ നമ്മളെ നിധിയാണെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ അകത്ത് കയറുന്നുണ്ട്. കയറുന്ന സമയത്താണെങ്കിൽ അവർ നമ്മളെ നിധിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് റാങ്ക് ഹോൾഡർ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ ഭയങ്കര ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവർ വലിയ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും എടുക്കുന്നതുമില്ല, നമ്മളെ സൂര്യയുടെ കമ്പനിയെക്കാട്ടി വലിയ കമ്പനിയും കാര്യങ്ങളൊക്കെ അത്. അപ്പം അവർ വേറെ നമ്മളെ നിധിയുടെ ആ പ്രസൻസും കാര്യങ്ങളും ആ ഒരു ആക്റ്റീവും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് തന്നെ അവർ പറയുന്നുണ്ട്, എന്തായാലും തന്നെ ഇവിടെ ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നു, നെക്സ്റ്റ് വീക്കിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പം ബുധനാഴ്ച ആയില്ലേ, അപ്പം തിങ്കളാഴ്ച വന്ന് ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം നിധിക്കാണെങ്കിൽ അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്ന വേണ്ടി പറയുന്നുണ്ട്, എന്തായാലും നിധി ഒരു കാര്യം പിന്നെ സർട്ടിഫിക്കറ്റും അതുപോലെ ആധാറിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ നിധിയാണെങ്കിൽ അവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മളെ നിധിയെ ഇൻ്റർവ്യൂ ചെയ്ത ആ ഒരു MD ഉണ്ടല്ലോ, ആ MDക്കാണെങ്കിൽ നമ്മളെ നിധിയെടുത്താണെങ്കിൽ ഒരു ക്രഷും കാര്യങ്ങളൊക്കെ തോന്നും. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മളെ സുധീഷിന് ആയിട്ടൊക്കെ ചെറിയൊരു ഇതൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ പിന്നെ അടുത്തടുത്ത് വരുന്ന കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ നിധിക്ക് ജോലി കിട്ടിയത് കൊണ്ട് നമ്മളെ കിളിക്കൂട് വീട്ടിലെല്ലാവരും നല്ല സന്തോഷവും അടിച്ച് പൊളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിധിക്കാണെങ്കിൽ സ്റ്റാർട്ടിങ് 30,000 രൂപ തന്നെ സാലറി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പതുക്കെ പതുക്കെ കൂട്ടി കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മളെ നിധിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവർ വീട്ടിലാണെങ്കിൽ ബിരിയാണി മേടിച്ചും അതുപോലെ തന്നെ ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് നമ്മളെ നിധിയാണെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടിയൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷ് കൊടുത്തൊരു സാരിയും അതിനൊക്കെ നമ്മൾ സുധീഷ് ഒരു പുതിയൊരു വാച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെ നിധിക്കാണെങ്കിൽ. അപ്പോൾ അതൊക്കെ കെട്ടിയിട്ടാണ് നമ്മളെ നിധിയാണെങ്കിൽ ജോലിക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അവിടെ ജോലിക്ക് ചെന്നപ്പം ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും നമ്മളെ നിധിയെ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കണക്ക് നിധിക്ക് പെട്ടെന്ന് കൂട്ടൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കണക്ക് നമ്മളെ നികേഷിൻ്റെ അമ്മയാണെങ്കിലും അവർ നമ്മളെ നിധി ജോലി ചെയ്യുന്ന അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറമാണ് നമ്മളെ നികേഷിൻ്റെ അമ്മ താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മളെ നിധിയാണെങ്കിൽ ഡെയിലി ഒരു 4:30 മണിക്കാണെങ്കിൽ അവിടെ നിന്ന് ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങിയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ ഇത് കണക്ക് തന്നെ നമ്മളെ നികേഷിൻ്റെ അമ്മയും എന്തോ ജോലിക്കൊക്കെ പോയിട്ടാണെന്ന് തോന്നുന്നു. അതേ ടൈമിലാണ് നമ്മളെ നിധി ജോലി ചെയ്യുന്ന ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൂടെ അവർ പോവുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ നിധിയാണെങ്കിൽ ഒരു ദിവസം അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ ഒരു സ്ത്രീയായിട്ട് കൂട്ടിമുട്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ നിധി പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ നികേഷിൻ്റെ അമ്മ. അപ്പം നിധി നമ്മൾ ഫോട്ടോയിലല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പം നിധി ഇങ്ങനെ നോക്കുമ്പോൾ പറയുന്നുണ്ട്, ഇവരെ എവിടെയും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പയ്യെ പയ്യെ നമ്മൾ നിധിയാണെങ്കിൽ അവരുമായിട്ട് അടുക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കണക്ക് തന്നെ പിന്നെ അവരെ അടുത്തു നിന്നാണ് നമ്മളെ നികേഷിൻ്റെ ജന്മരഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ നിധി മനസ്സിലാക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്കിൽ കാണിക്കാൻ പോകുന്ന എപ്പിസോഡുകളും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.